ഇതാ ഞാൻ വന്നിന്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചു വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സാധാരണ പെരിഞ്ജീരകം പൊടിച്ചു വെക്കലുണ്ടാവും. എന്നാലും ഞാൻ ചേർക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ ചേർക്കലുണ്ടോ എന്ന് ഒന്നുകൂടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചു വെച്ചാൽ. പെരിഞ്ജീരകം അത് വലിയ ജീരകമാണ് കേട്ടോ. ഇത് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസങ്ങളോളം ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതുപോലെ നല്ലൊരു പാത്രത്തിൽ അടച്ചു വെക്കാം. അപ്പം ഇനി ഇതെങ്ങനെയാ വേണ്ടുന്നത്, എന്തൊക്കെയാ എല്ലാം നമുക്ക് നോക്കാം. അതിനിടയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഗ്ലാസിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളിലെല്ലാം വെക്കാം, കുഴപ്പമില്ല. പക്ഷെ ചൂട് തണിഞ്ഞിട്ട് തന്നെ ഇട്ടാൽ മതി. ഇതുപോലെ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ നമുക്ക് പെട്ടെന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലോ ഇത് ഒരു ടീസ്പൂണിൽ എടുത്തിട്ട് ഇട്ടെടുത്താൽ മതിയാവുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് പൊടിച്ചെടുക്കേണ്ട വിഷമം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ അളവിലാണുള്ളത്. അപ്പോൾ നമുക്ക് കുറേ ദിവസങ്ങൾ ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വഴിയെ പറഞ്ഞു തരാം. ഇത് ചോറൂറ്റുന്ന പാത്രമാണ്. അതിന് നല്ലോണം അരിപ്പ പോലെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഞാനിങ്ങനെ ജീരകം ഇട്ട് കൊടുത്തിട്ട് അരിച്ചെടുക്കുന്നതാണ്. ചെറിയ ചെറിയ പൊടി ഉണ്ടാവില്ല, അതെല്ലാം ഇതിലേക്ക് അങ്ങ് പോവും. 100 ഗ്രാം ജീരകം തന്നെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ അരിച്ചിട്ട് അതിൻ്റെ പൊടിയെല്ലാം തട്ടിക്കളയാം. എന്നിട്ട് കഴുകിയിട്ട് വെയിലിട്ടിട്ട് ഉണക്കിയെടുക്കുക. ഇത് വേനൽക്കാലത്ത് തന്നെ ചെയ്യണം കേട്ടോ. മഴയുള്ളേരം ചിലപ്പം പണി കിട്ടും. വെള്ളത്തിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൂപ്പലടിച്ചു പോവും, നനവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് ഞാനിങ്ങനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലിനെല്ലാം വെച്ച് ഉണക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇപ്പം മഴക്കാലമെല്ലാം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ജീരകമൊക്കെ ആണെങ്കിൽ കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലോണം വൃത്തിയായിട്ട് ഒന്ന് അതിലുള്ള പൊടിയെല്ലാം ഉണ്ടെങ്കിൽ പോക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മെയിൻ താരം എന്ന് പറയുന്ന 2 ടീസ്പൂൺ പൊന്നി അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഏതരി ആയാലും കുഴപ്പമില്ല, കുറുവയായാലും റേഷൻ അരി ആയാലും ഒന്നും കുഴപ്പമില്ല. 2 ടീസ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ, ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചങ്ങ് മൊരിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയം വെച്ചിട്ട് കരിച്ച് കളയരുത്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാക്കണം. പാത്രം ചൂടായി വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവെക്കാതെ ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ചേർക്കേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അങ്ങനെ മതിയാവും. ഒരുപാട് വേണ്ട കേട്ടോ. 1.5 ടീസ്പൂൺ അളവിൽ. ഇത് ഞാൻ 50 ഗ്രാമിൻ്റെ അളവിലാണ് പറയുന്നത് കേട്ടോ. 50 ഗ്രാമാണ് ഈ ജീരകം. ഞാൻ എടുത്തത് 100 ഗ്രാമെന്ന് പകുതി മാറ്റിയിട്ട് 50 ഗ്രാം മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂ, അത്രയേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ചേർക്കാൻ പാടില്ല. ഇത്ര മാത്രം മതിയാവും. ഇനി ഇതെല്ലാം ഒന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ എടുക്കണം. നല്ല സ്മെല്ലാണ് ഇപ്പോൾ ഈ ആയി വരുന്ന സമയത്ത്. ഈ ജീരകത്തിൻ്റെ എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെറും 1 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റൊന്ന്. അതും ഒറ്റൊന്നേ പാടുള്ളൂ, ഒരുപാട് വേണ്ട. കാരണം ഏലക്കായുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ ജീരകത്തിൻ്റെ ആ കൺസിസ്റ്റൻസി മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. കുറച്ചൊന്ന് തണുക്കുമ്പോൾ, ഒരുപാട് തണുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ചെറിയ ജാർ തന്നെ മതിയാവും കേട്ടോ. വലിയ ജാറൊന്നും ആവശ്യമില്ല. ചെറിയ ജാറാകുമ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഒരുപാട് ആളുകളുള്ള വീട്ടിലാണെങ്കിൽ 100 ഗ്രാമിന് പൊടിച്ച് വെച്ചാൽ വേഗം തീരും. പിന്നെ നമുക്ക് അത്ര ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് സാധനങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ
പിന്നെ ഇത്രയൊക്കെ മതിയാവും. നമ്മളെ വീട്ടിൽ കുറച്ച് ആളുകളല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത്രയേ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത്രയും പോരാ, കുറച്ചും കൂടെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അങ്ങനെ ഒന്നുകൂടെ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ അരി ഇട്ടിട്ടില്ല. അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ലെങ്കിലും ഇത് നമ്മൾ മിക്സ് ചെയ്യൂലേ, ജീരകം പൊടിച്ചത് ഇതില്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പം കുറച്ചൊന്ന് നല്ല കൊഴുത്തിട്ട് തന്നെ കിട്ടും. കാരണം ഇതിൽ അരിൻ്റെ അംശം കൂടെ ഉള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഇതുപോലെ നല്ലോണം സൂക്ഷിച്ച് വെച്ചാൽ ടൈറ്റായിട്ട് തന്നെ മൂടി വെക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ജീരകം പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ജീരകം പൊടിച്ചതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയാണെങ്കിൽ അത് എന്നോട് പറയുകയും വേണം. അപ്പോൾ നിങ്ങളെ രീതി എനിക്കും കൂടെ പഠിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ജീരകം പൊടിച്ചു വെക്കാൻ ആരും മറക്കല്ലേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ജീരകം വറുത്തെടുക്കുമ്പോൾ പൊടിക്കുമ്പോൾ ഒന്നും പറയണ്ട, ഭയങ്കര സ്മെല്ല് തന്നെയാണ്. ഇത് നമ്മുടെ പൊരിച്ചയിലെല്ലാം മിക്സ് ചെയ്താലുണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ, അടിപൊളിയാണ്.